ഉസ്താദ് സിനിമയിലെ ക്ഷമ, ക്രോണിക് ബാച്ചിലറിലെ ഭവാനി രാജചന്ദ്രൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നായക താരങ്ങൾക്കൊപ്പം തിളങ്ങിയ ചെന്നൈ സുന്ദരി. നാടോടി പൂന്തുങ്കൾ മുറിയിൽ ചൂടി, നവരാത്രി പുള്ളോർക്കുട മുള്ളിൽ മീട്ടി, കണിക്കുന്നപ്പൂ മണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവുമുണ്ടെടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായെ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകിയ ഈ മനോഹര ഗാനം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നാണ്. സിബി മലയിൽ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം ഉസ്താദ് എന്ന സിനിമയിലെ ഗാനമാണിത്. നായകനായി ഗാനരംഗത്ത് മോഹൻലാൽ തിളങ്ങിയപ്പോൾ സിനിമയിലെ നായികയെയും പ്രേക്ഷകർ മറക്കാൻ ഇടയില്ല. പൂച്ചക്കണ്ണുകളുള്ള ചെന്നൈ സുന്ദരി ഇന്ദ്രജയാണ് ഉസ്താദ് സിനിമയിൽ നായികയായി പ്രേക്ഷകരുടെ മനം കവർന്നത്. വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് നടി മലയാളത്തിൽ അഭിനയിച്ചതെങ്കിലും ഇപ്പോഴും പ്രേക്ഷകരുടെ ഓർമ്മയിൽ ആ മുഖം ഉണ്ടാകും. ചെന്നൈയിൽ തമിഴ് ബ്രാഹ്മൺ കുടുംബത്തിലാണ് ഇന്ദ്രജ ജനിക്കുന്നത്. യഥാർത്ഥ പേര് രജതി എന്നാണ്. 3 മക്കളിൽ മൂത്ത കുട്ടിയായിരുന്നു രജതി. കർണാടിക് സംഗീതം കൊണ്ട് പ്രശസ്തമായ കുടുംബത്തിലാണ് നടിയുടെ ജനനം. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ രജതിയും സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി. സംഗീതത്തോടൊപ്പം നൃത്ത പഠനവും ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകങ്ങളിലും സജീവമായി. തൻ്റെ 15-ാം വയസ്സിൽ ബാലതാരമായിട്ടാണ് സിനിമയിലേക്ക് വരവ്. പി വാസു സംവിധാനം ചെയ്ത രജനികാന്ത് സിനിമ ഉഴപ്പാളിലൂടെയായിരുന്നു ആ തുടക്കം. ജയറാം, ഖുഷ്ബു തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളിലായി എത്തിയ പുരുഷലക്ഷണം എന്ന സിനിമയിലും അതേ വർഷം നടി അഭിനയിച്ചു. നാഗാർജുന നായകനായ ഹലോ ബ്രദർ എന്ന സിനിമയിലെ ഒരു ഗാനരംഗത്തിൽ അഭിനയിച്ചുകൊണ്ട് നടി തെലുങ്കിലും തുടക്കം കുറിച്ചു. കണ്ണെ പൊട്ടറോ എന്ന ഗാനം അക്കാലത്ത് വലിയ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു. അതേ വർഷം ജന്തർ മന്തർ എന്ന തെലുങ്ക് സിനിമയിൽ നായികയായി നടി അഭിനയിക്കുകയും ചെയ്തു. സിനിമയിൽ നടി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് ഇന്ദ്രജ എന്നായിരുന്നു. പിന്നീട് നടി താൻ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ അതേ പേരിൽ അറിയപ്പെടാനും തുടങ്ങി. തമിഴിലും തെലുങ്കിലും നിറയെ അവസരങ്ങൾ പിന്നീട് ഇന്ദ്രജയെ തേടിയെത്തി. തെലുങ്കിൽ നായികയായി അഭിനയിച്ച യമലീല എന്ന സിനിമ വലിയ വിജയം നേടി. അമൈതി പാട്ടെ, രാജാവിൻ പാർവയിലെ തുടങ്ങിയ തമിഴ് സിനിമകളിലെ കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. കെ മധു സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ദി ഗോഡ്മാനിലൂടെയാണ് ഇന്ദ്രജ മലയാളത്തിലേക്ക് എത്തുന്നത്. ഇന്ദ്രജ അവതരിപ്പിച്ച മുംതാസ് എന്ന നായിക കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അതേ വർഷം അഭിനയിച്ച ഉസ്താദ് ആണ് നടിക്ക് മലയാളത്തിൽ വലിയൊരു ജനപ്രീതി നൽകിയത്. ക്ഷമ എന്ന നായിക കഥാപാത്രമായി നടി മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു. വിനയൻ സംവിധാനം ചെയ്ത ഇൻഡിപെൻഡൻസ് എന്ന സിനിമയിലാണ് ഇന്ദ്രജ പിന്നീട് അഭിനയിക്കുന്നത്. വാണി വിശ്വനാഥിനൊപ്പം നായികാതുല്യമായ വേഷമായിരുന്നു ഇന്ദ്രജയ്ക്ക്. ഇപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട നന്ദലാല ഹേ നന്ദലാല, നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല എന്ന ഗാനരംഗത്ത് പട്ടുപാവാടയും ധരിച്ച് ചടുലമായ നൃത്ത ചുവടുകളോടെ എത്തിയ നടിയെ പ്രേക്ഷകർ മറക്കാൻ ഇടയില്ല. സുരേഷ് ഗോപിയുടെ നായികയായി FIR എന്ന സിനിമയിലും ഇന്ദ്രജ അഭിനയിച്ചു. ലൈല എന്ന കഥാപാത്രമായിട്ടാണ് നടി എത്തിയത്. മോഹൻലാലിനൊപ്പം ശ്രദ്ധ, ഉന്നതങ്ങളിൽ തുടങ്ങിയ സിനിമകളിലും നടിയെ പിന്നീട് പ്രേക്ഷകർ കണ്ടു. സിദ്ദിഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിലെ കഥാപാത്രം നടിയുടെ കരിയറിലെ മികച്ച വേഷങ്ങളിൽ ഒന്നായിരുന്നു. ഭവാനി രാജശേഖരൻ എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം നടി ഗംഭീരമാക്കുകയും ചെയ്തു. വാർ ആൻഡ് ലവ്, അഗ്നിനക്ഷത്രം, മയിലാട്ടം, ലോകനാഥൻ IAS, ബെൻ ജോൺസൺ, നരകാസുരൻ, ഇന്ദ്രജിത്ത് തുടങ്ങിയ സിനിമകളിലും പ്രധാന കഥാപാത്രമായി നടി പിന്നീട് എത്തി. നടനും ബിസിനസ്സുമായ മുഹമ്മദ് അബ്ബാസിനെയാണ് ഇന്ദ്രജ വിവാഹം ചെയ്തത്. ഒരു മകളുണ്ട്. ഇപ്പോഴും സിനിമയിൽ സജീവമാണ് നടി. വലിയൊരു ഇടവേളകൾക്ക് ശേഷം ഇന്ദ്രജ ഇപ്പോൾ മലയാളത്തിൽ 12C എന്ന സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു.